കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. അച്ഛന്റെ പാർട്ടിയുടെ നിലപാടുകളും മറ്റും അംഗീകരിക്കാൻ സാധിക്കാത്തതിന്റെ ഫലമായാണ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ എ.കെ. ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് കൂടുമാറിയത്. തിരഞ്ഞെടുപ്പ് വന്നതോടുകൂടി പത്തനംതിട്ടയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായി അനിൽ ആന്റണി. അച്ഛന്റെയും മകന്റെയും നിലപാടുകൾ വ്യത്യസ്തമാണെങ്കിലും ഇരുവരും അത് തുറന്നു പറയുക തന്നെ ചെയ്യും. അത്തരത്തിൽ ഇരുവരും നിലപാടുകൾ തുറന്നു പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ നല്ല ഭൂരിപക്ഷത്തിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി ജയിക്കുമെന്നും കെ.എസ്.യു കാലഘട്ടം മുതൽ തനിക്ക് കുടുംബവും രാഷ്ട്രീയവും രണ്ടാണെന്നും എ.കെ. ആന്റണി പറഞ്ഞിരിക്കുകയാണ്. മകനും പത്തനംതിട്ടയിലെ ബി.ജെ.പി സ്ഥാനാർത്ഥിയുമായ അനിൽ ആന്റണിയെ സംബന്ധിച്ചുള്ള ചോദ്യത്തിനാണ് എ.കെ. ആന്റണിയുടെ പ്രതികരണം. മക്കളെക്കുറിച്ച് എന്നെക്കൊണ്ടധികം പറയിപ്പിക്കേണ്ട. ആ ഭാഷ ഞാൻ ശീലിച്ചിട്ടില്ല. ആ ഭാഷ സംസ്കാരത്തിന്റെ ഭാഗമല്ലെന്നും ആന്റണി പറഞ്ഞു. വിഷയത്തിൽ കൂടുതലൊന്നും പറയാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിർണായകമായ ഈ തിരഞ്ഞെടുപ്പിൽ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ മോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നത് വിരോധാഭാസമല്ല, തെറ്റാണ്. ഞാൻ പ്രചാരണത്തിന് പോകാതെ തന്നെ ആന്റോ ആന്റണി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. കേരളത്തിൽ ബി.ജെ.പിയുടെ സുവർണകാലം കഴിഞ്ഞു. അവരുടെ സുവർണകാലം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്. ശബരിമല യുവതി പ്രവേശന വിഷയം കത്തിനിന്ന കാലത്തിൽ ഒരുപാട് വോട്ട് കിട്ടി. ഇത്തവണ 2019 കിട്ടിയ വോട്ട് കേരളത്തിൽ ബി.ജെ.പിക്ക് ഒരിടത്തും കിട്ടില്ലെന്നും ആന്റണി പറഞ്ഞു. നാനാത്വത്തിൽ ഏകത്വം, വൈവിധ്യങ്ങൾ ഉറപ്പു നൽകുന്ന ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഏകത്വമല്ല, എല്ലാ വൈവിധ്യങ്ങളെയും സംരക്ഷിക്കുമെന്നാണ് ഭരണഘടനയുടെ 1ാമത്തെ ആർട്ടിക്കിൾ. ഇന്ത്യ എന്ന ആശയം ഇന്ന് വലിയ വെല്ലുവിളി നേരിടുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദി നയിച്ച ബി.ജെ.പി സർക്കാർ ആസൂത്രിതമായി ആ ആശയത്തെ ഞെക്കിഞ്ഞെരുക്കി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ ബി.ജെ.പിയുടെ ഭരണം അവസാനിപ്പിക്കണം. ആർ.എസ്.എസിന്റെ പിൻസീറ്റ് നയം ഇല്ലാതാക്കണം. അതാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം. നരേന്ദ്രമോദി വീണ്ടും വന്നാൽ അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയിലെ അടിസ്ഥാന മൂല്യങ്ങൾ അട്ടിമറിക്കപ്പെടും. അത് ജനാധിപത്യത്തിന്റെ അന്ത്യത്തിന് തുടക്കമായിരിക്കും. ആ ആപത്ത് ഒഴിവാക്കണമെന്നും ആന്റണി കൂട്ടിച്ചേർത്തു. എന്നാൽ എ.കെ. ആന്റണിയോട് സഹതാപമാണെന്നാണ് മകനും പത്തനംതിട്ട മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായ അനിൽ ആന്റണി പ്രതികരിച്ചത്. അനിൽ പത്തനംതിട്ടയിൽ തോൽക്കണമെന്ന് എ.കെ. ആന്റണി പറഞ്ഞതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പഴയ ഡിഫൻസ് മിനിസ്റ്റർ ഇതുപോലെ രാജ്യവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ച, പാകിസ്ഥാന്റെ തീവ്രവാദ ശ്രമങ്ങളെ പോലും വെള്ളപൂശാൻ ശ്രമിച്ച ഒരു എം.പിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എ.കെ. ആന്റണിയുടെ ആഹ്വാനം 2014 മുതൽ ജനം തള്ളുകയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞയാളാണ് ആന്റണി. രാഹുൽ ഗാന്ധി പാഴ്വസ്തുവാണ്. പരാജിതനായ രാഹുൽ ഗാന്ധിയെ ജനം അംഗീകരിക്കില്ല. വയനാട്ടിൽ അദ്ദേഹം ജയിക്കുമോ എന്ന് ജനം തീരുമാനിക്കും. രാജ്യവിരുദ്ധമായ ആന്റോ ആന്റണിക്ക് വേണ്ടി എ.കെ. ആന്റണി സംസാരിച്ചപ്പോൾ വിഷമം തോന്നിയെന്നും അനിൽ ആന്റണി പറഞ്ഞു.